Hi, welcome to Lash Class. BA English Literature of the Marginalizedലെ അരജീവിതങ്ങൾക്ക് ഒരു സ്വർഗം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ കുറിച്ചിട്ട് റഹ്മാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. നമ്മളിവിടെ ആ ഡോക്യുമെൻ്ററിയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സിൻ്റെ നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. The documentary starts with the scenes showcasing the beautiful landscape of the area. ഈ ഡോക്യുമെൻ്ററി തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആ പ്രദേശത്തിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ബ്യൂട്ടിയാണ്. ഇങ്ങനെ പർവ്വതങ്ങളും പുഴകളൊക്കെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അക്കമ്പനീഡ് ബൈ എ ഫോക്ക് സോങ് പ്ലേയിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ആ ദൃശ്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോക്ക് സോങ് അല്ലെങ്കിൽ ഒരു നാടൻ പാട്ട് ഇങ്ങനെ പാടുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഇറ്റ് ഹൈലൈറ്റ്സ് എ വില്ലേജ് നോൺ ആസ് സ്വർഗം ഇൻ കാസർഗോഡ്, ഡിസ്ക്രൈബിംഗ് ഇറ്റ് ആസ് എ ലിറ്ററൽ പാരഡൈസ്. കാസർഗോഡ് ജില്ലയിലെ അതിർത്തി പ്രദേശത്തുള്ള സ്വർഗം എന്നു പേരുള്ള ഒരു ഗ്രാമത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. സ്വർഗം എന്ന് നമുക്കറിയാം, പാരഡൈസ് എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം വരുന്നത്. ആ ഒരു അർത്ഥം വരുന്ന തരത്തിലുള്ള ഒരു ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. The narrator then shifts focus to the current state of the village and surrounding areas, which have been devastated by health issues due to the use of endosulfan pesticide. പക്ഷേ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ആ സ്വർഗത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ആ ഒരു ഗ്രാമത്തിലും അതിന് ചുറ്റുമുള്ള 10-11 ഗ്രാമങ്ങളിൽ വേറെയും ഈ എൻഡോസൾഫാൻ എന്ന് പറയുന്ന കീടനാശിനി അവിടെയുള്ള കശുമാവിൻ തോട്ടത്തിൽ ഹെലികോപ്റ്റർ വഴി തെളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ആ രീതിയിൽ ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു നാടിൻ്റെ അവസ്ഥ ആകെ മാറി എന്നുള്ള കാര്യമാണ് ഡോക്യുമെൻ്ററിയിൽ തുടക്കത്തിൽ പറയുന്നത്. പാർട്ട് 2. The film features interviews with the victims and activists who have been severely affected by the pesticide, suffering from cancer, disabilities, psychological problems and more. പിന്നീട് നമ്മൾ ഈ ഡോക്യുമെൻ്ററിക്ക് അകത്ത് കാണുന്നത് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ആ പ്രശ്നം ബാധിച്ചിട്ടുള്ള ആളുകളെയും അവരുടെ വീട്ടുകാരെയും ആ പ്രദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾ, ഇതിനെതിരെ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്ന ആളുകളുടെയൊക്കെ ഇൻ്റർവ്യൂകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഇതുപോലെ ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആളുകൾ, അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകൾ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ, കുറേയേറെ ആളുകൾ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ അതിൽ അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് പൊതുവിൽ അറിയാവുന്നതാണ്, നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അത്തരം ആളുകളെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ദുരിതത്തെയൊക്കെ കാണിക്കുന്ന ഇൻ്റർവ്യൂകളാണ് നമ്മൾ അടുത്തതായിട്ട് ഈ ഡോക്യുമെൻ്ററിയിൽ കാണുന്നത്. They share their stories of suffering and express their frustration at not receiving help from the government, despite extensive media coverage. അപ്പോൾ അവരവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു സ്വാഭാവികമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ് പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു ദുരന്തം കടന്നു വരുന്നത്. അവർ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഇത് എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല, പിന്നീടാണ് അവർക്കിത് മനസ്സിലാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നു. കൂടാതെ ഗവൺമെന്റിൽ നിന്ന് യാതൊരുവിധ സഹായവും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും അവർ പറയുന്നുണ്ട്. ഒരുപാട് പത്രമാധ്യമങ്ങളെല്ലാം വന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ വാർത്തയാക്കിയിട്ടും അവർക്ക് ഒരു ഉപകാരവും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. Some victims are reluctant to participate in documentaries anymore, feeling that it has become a mockery. ഇനി ചില ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്റർവ്യൂവിൽ പറയാൻ താല്പര്യമില്ല, ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യണ്ട, ഞങ്ങൾക്ക് ഈ ഡോക്യുമെൻ്ററി വേണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം ഇതിനു മുമ്പും ഒരുപാട് പത്രമാധ്യമങ്ങൾ വന്നിട്ട് ഇതെല്ലാം ചിത്രീകരിച്ച് പോയിട്ടും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടും അവർക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അവരെ കളിയാക്കുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. Activists recount their efforts to protest, only to be met with police support for the plantations. ഇനി അവിടെയുള്ള ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും മറ്റുമായിട്ടുള്ള ആളുകളൊക്കെ ഇതിന് പ്രതിഷേധിക്കാൻ വേണ്ടി ശ്രമിക്കുകയും തടയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ സപ്പോർട്ട് ഈ പ്ലാന്റേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടും ലാത്തി ചാർജ് നടത്തിയിട്ടൊക്കെ അവിടെ ഈ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഈ എൻഡോസൾഫാൻ മരുന്നടിച്ചിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. എ ലോക്കൽ ഡോക്ടർ പ്രസൻസ് ഹിസ് ഡാറ്റ ഷോവിംഗ് ദ മോസ്റ്റ് കേസസ് ആർ ഫ്രം പീപ്പിൾ ലിവിംഗ് നിയർ വാട്ടർ സോഴ്സസ്.
പിന്നീട് ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു ഡോക്ടറുടെ ഇന്റർവ്യൂ വരുന്നുണ്ട്. ആ ഡോക്ടർ റിവ്യൂ ഒരു ഡാറ്റ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയുള്ള ആളുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെന്നുള്ളതൊക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ വാട്ടർ സോഴ്സസ്, ഈ തോടുകൾ, കുളങ്ങൾ എന്നിവയ്ക്ക് സമീപത്തുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയും ഈ എൻഡോസൾഫാനാണ് കാരണം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു. The narrator sadly notes that there are many more victims who remain unseen. പിന്നീട് നമ്മുടെ നരേറ്റർ പറയുന്നത് ഇനിയും ഒരുപാട് ദുരിതബാധിതരെ കാണിക്കാനുണ്ട്, പക്ഷെ അത്രയും വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ച തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഈ ദുരിതബാധിതരെ കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ട് 3. ദിസ് സെക്ഷൻ ഡെൽസ് ഇൻ ടു ദ റെഗുലേഷൻസ് സറൗണ്ടിങ് ദ യൂസ് ഓഫ് എൻഡോസൾഫാൻ. അടുത്തതായിട്ട് എൻഡോസൾഫാൻ എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള കീടനാശിനി ആയതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് ചില റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ ആ കമ്പനി തന്നെ പറയുന്നുണ്ട്. അതായത് 3 മീറ്റർ ഉയരത്തിൽ നിന്ന് മാത്രമാണ് ഇത് തെളിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇവരുടെ നാട്ടിൽ 30 മീറ്റർ ഉയരത്തിൽ നിന്ന് വരെ ഇത് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വ്യാപകമായിട്ട് ഇവിടെ പടരുന്നതിന് കാരണമായിട്ടുണ്ട്. കൂടാതെ ജലാശയങ്ങളെല്ലാം മൂടിയിട്ടതിന് ശേഷം, അതായത് ആളുകളുടെ വീടുകളിലെ കിണറുകൾ, അവിടെ തോടുകളോ കുളങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ മൂടിയിട്ടതിന് ശേഷം മാത്രമാണ് ഇത് തെളിക്കാവൂ, കാറ്റുള്ള സമയത്ത് തെളിക്കരുത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ ഈ മരുന്ന് പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. It becomes clear that no regulations were followed as blood samples from victims contained pesticide levels 10 times higher than the permitted levels in water. ഇത് അപ്പോൾ മാരകമായിട്ടുള്ള കീടനാശിനി എന്നുള്ള നിലയിൽ വെള്ളത്തിൽ കലക്കിയതിന് ശേഷമാണ് തെളിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ തന്നെ ഇത് എത്ര അളവിൽ കലക്കാൻ കഴിയും എന്നതിന് ഒരു നിബന്ധനയുണ്ട്. ആ അനുവദനീയമായ അളവിന്റെ 10 ഇരട്ടി ഈ കീടനാശിനിയാണ് ഈ രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ ബ്ലഡ് സാമ്പിളിൽ കണ്ടെത്തിയെന്ന് പറയുന്നു. അതായത് ഇത് വെള്ളത്തിൽ എത്രമാത്രം കലക്കാം എന്നതിന്റെ 10 ഇരട്ടി സാമ്പിള് അവരുടെ ഈ രക്തത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം കീടനാശിനി ആയിരിക്കും അവർ ഓവർഡോസ് ആയിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കുന്നതിന്റെ അപ്പുറത്ത് വരുന്നതാണ്. A plantation worker who applied the pesticide admits that no safety measures were in place. He was given only a cloth to cover his face and now suffers health consequences. പിന്നീട് ഈ ഹെലികോപ്റ്ററിൽ മരുന്നടിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ തൊഴിലാളിയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരുടെ കിണർ മൂടുക, തോട് മൂടുക തുടങ്ങിയിട്ടുള്ള റെഗുലേഷൻസ് പോയിട്ട് ഈ ജോലിക്കാർക്ക് പോലും അവർ ഒരു റെഗുലേഷൻസും കീപ്പ് ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. കാരണം നമുക്കറിയാം ഇത്ര മാരകമായിട്ടുള്ള കീടനാശിനി തെളിക്കുന്ന സമയത്ത് മാസ്ക് മറ്റൊക്കെ ധരിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇയാൾക്ക് വെറും ഒരു തോർത്തുമുണ്ടാണ് ഇയാളുടെ മുഖം മറയ്ക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ മരുന്നടിക്കുന്ന ഈ ജോലിക്കാരനും ഇപ്പോൾ ഈ രോഗാവസ്ഥയിലാണ് ഉള്ളത്. Another worker tasked with disposing of the remaining pesticide after it was banned by the court also fell ill and died. മറ്റൊരു ജോലിക്കാരൻ, ഇവിടെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കോടതിയെ സമീപിക്കുകയും കോടതി തൽക്കാലത്തേക്ക് അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരേക്ക് ഇത് ഉപയോഗിക്കരുത് എന്നുള്ളൊരു സ്റ്റേ വന്നിരുന്നു. ആ സമയത്ത് അവിടെ ബാക്കി ഉണ്ടായിരുന്ന കീടനാശിനി അവിടെ ഇവർ മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്തെന്നാണ് പറഞ്ഞത്. അത് കുഴിച്ചിടാൻ പോയിട്ടുള്ള തൊഴിലാളിയും അസുഖം വന്ന് മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പ്ലാന്റേഷനിലെ ജോലിക്കാർക്ക് പോലും ഇവർ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. When the filmmakers attempt to visit his home, they are turned away by villagers who believe that media exposure has never brought them any help. പിന്നീട് ഈ ഒരു തൊഴിലാളിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഡോക്യുമെന്ററി ടീം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ വീട് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ ആ നാട്ടുകാരെല്ലാം അവരെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇനി നിങ്ങളുടെ ക്യാമറയും മീഡിയ ഒന്നും ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവർ പറയുന്നത്. കാരണം ഇതിനു മുമ്പും ഒരുപാട് പത്രമാധ്യമങ്ങൾ വന്നു പോയിട്ടും അവർക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് അവരെ കളിയാക്കുന്നത് പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആ മരിച്ച ആളുടെ വീട്ടിലേക്ക് പോകാൻ അവർ അനുവദിക്കുന്നില്ല. Part 4. The final part of the documentary portrays a satirical depiction of the studies and committees involved, suggesting they accept bribes from pesticide manufacturers.
ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ ഡോക്യുമെന്ററിയിൽ കാണുന്നത് ഒരു മോക്കറിയാണ്. അതൊരു ആക്ഷേപഹാസ്യം പോലെ, ഒരു നാടക രംഗം പോലെ അവർ ഈ കമ്മിറ്റിക്കാർ അവിടെ പഠനം നടത്തുന്നതിനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അവിടെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ പരാതി പറയുന്നതും ഈ കമ്മിറ്റിയുടെ ആള് ഒരു അറപ്പോട് കൂടിയിട്ടൊക്കെ ഇവരെ നോക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഈ കമ്മിറ്റിയുടെ ആള് ഈ കമ്പനിക്കാരിൽ നിന്ന് പണം വാങ്ങുന്നതായിട്ടാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഇവിടെ നടന്നിട്ടുള്ള പഠനങ്ങളുടെയൊക്കെ അവസ്ഥ അതായിരുന്നു എന്നുള്ള കാര്യം അവർ അവിടെ ഈ ഒരു ആക്ഷേപ രംഗത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. വില്ലേജസ് ക്ലെയിം ദേ വർ ഓഫേർഡ് മണി ബൈ ദ പ്ലാന്റേഷൻ ടു ഡിനൈ എനി പ്രോബ്ലംസ് വിത്ത് ദ പെസ്റ്റിസൈഡ്. അങ്ങനെ പഠനങ്ങൾ വരുന്ന സമയത്ത് ഈ പ്ലാന്റേഷനിലെ ആളുകൾ വന്നിട്ട് അവർക്ക് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ കീടനാശിനി കൊണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല എന്ന് കമ്മിറ്റിയുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയിട്ട് പണം കൊടുക്കുക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പണം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, 100 രൂപ വീതം കൊടുക്കുക എന്നാണ് ആ കമ്പനിക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് കീടനാശിനി കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കമ്മിറ്റിയിൽ പറയുന്നതിന് വേണ്ടിയിട്ട്. ദ കമ്മിറ്റി composed of individuals affiliated with the pesticide manufacturers produces a report favorable to the industry, leading the court to dismiss endosulfan as a source of the issues. ഇനി ഇവിടെ ഈ പഠിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ടായിരുന്ന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ കീടനാശിനി നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ കോടതി എൻഡോസൾഫാൻ ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ വിധിക്കുകയും വീണ്ടും ഇതിവിടെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ ഇവിടെ ഈ പഠനം കമ്മിറ്റി അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ലെവലിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രം ആക്ഷേപകരമായിരുന്നു എന്നുള്ള കാര്യം അവിടെ ഈ ഡോക്യുമെന്ററിക്കകത്ത് തുറന്നു കാണിക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് വിത്ത് ഇൻഡിപെൻഡന്റ് മെഡിക്കൽ ടീംസ് കൺഫേം ദാറ്റ് എൻഡോസൾഫാൻ ഈസ് ഇൻഡീഡ് ദ കോസ്. അതിനുശേഷം മറ്റ് ഇൻഡിപെൻഡന്റ് ആളുകളായിട്ടുള്ള ഈ മെഡിക്കൽ ടീമുകളൊക്കെ അവിടെ ഈ പഠനങ്ങളും അതുപോലത്തെ സർവേകളൊക്കെ നടത്തിയിരുന്നു. ഗവൺമെന്റ് ഏജൻസികളും വേറെ നടത്തിയിരുന്നു. അവരുടെ എല്ലാം അഭിപ്രായത്തിൽ എൻഡോസൾഫാൻ തന്നെയാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ദി ഡോക്യുമെന്ററി കൺക്ലൂഡ്സ് വിത്ത് എ ഹോപ്പ്ഫുൾ മെസ്സേജ് എക്സ്പ്രസിംഗ് ദ ഡിസയർ ഫോർ സ്വർഗം ടു റിട്ടേൺ ടു ഇറ്റ്സ് ഫോർമർ സ്റ്റേറ്റ് ഓഫ് പാരഡൈസ്. അങ്ങനെ ഈ ഡോക്യുമെന്ററിയുടെ അവസാനം ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ ഒരു എൻഡോസൾഫാന്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടുന്ന് മാറിക്കൊണ്ട് ഈ സ്വർഗം എന്നു പേരുള്ള ഈ ഗ്രാമം വീണ്ടും ഒരു സ്വർഗമായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സിന്റെ നോട്ട്സ് ആണ്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എസ്സേ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പോയിന്റ്, വാട്ടർ സോഴ്സസ് ആൻഡ് ട്രൈബൽ പോപ്പുലേഷൻ. ദി ഏരിയ ഈസ് റിച്ച് ഇൻ വാട്ടർ സോഴ്സസ് മേക്കിംഗ് ഇറ്റ് അട്രാക്റ്റീവ് ഫോർ അഗ്രികൾച്ചർ. ഒന്ന്, ഈ പ്രദേശത്ത് ഒരുപാട് വാട്ടർ സോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ 12 നദികളുണ്ട്. അതുപോലെ ഈ പ്രദേശത്ത് ഒരുപാട് തോടുകളും കുളങ്ങളൊക്കെ ആയിട്ടുള്ള വാട്ടർ സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ സോഴ്സസ് ഉള്ള ഈ ഒരു പ്രദേശത്ത് ഈ മരുന്നടിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത് എന്നുള്ളത് നമ്മൾ ആദ്യമേ പറയുകയുണ്ടായി. പിന്നെ മെനി ട്രൈബൽ പീപ്പിൾ ലിവ് ഇൻ ദി ഏരിയ റിലൈയിങ് ഓൺ ദിസ് വാട്ടർ സോഴ്സസ് ഫോർ ദർ ലിവ്ലിഹുഡ്സ്. പിന്നെ അവിടെ ജീവിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ട്രൈബൽ പീപ്പിൾ ആണ്, ഗോത്രവർഗത്തിലെ ആളുകളാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത് 10-20 വർഷത്തോളം പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായിട്ട് കടന്നു പോയത് എന്നുള്ള കാര്യം നമുക്ക് പറയാവുന്നതാണ്. ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ താമസിക്കുന്ന സ്ഥലത്താണ് ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഗോത്രവർഗ്ഗക്കാർ നേരിട്ടതുപോലെ 20 വർഷമൊക്കെ നേരിടേണ്ടി വരുമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ്. കേരള പ്ലാന്റേഷൻസ് കോർപ്പറേഷൻ. The Kerala Plantations Corporation owns and manages plantations across 5,000 hectares in the area. ഇനി ഇവിടെയുള്ള ഈ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് 5000 ഹെക്ടറിന് മുകളിൽ വരുന്ന വലിയ ഒരു പ്രദേശമാണ്. അവിടെ ഈ കാഷ്യൂ നട്ടാണെങ്കിൽ ഈ കസുമാവിന്റെ തോപ്പാണ് അവിടെ ഉള്ളത്. Tribal people were displaced from their original habitats and moved into colonies to make way for these plantations. ഇനി എൻഡോസൾഫാന്റെ ഈ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള ഈ മാർജിനലൈസ്ഡ് പീപ്പിൾ അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്ലാന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ട് അവരെ കോളനികളിൽ കൊണ്ടുപോയി സ്ഥാപിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ പ്ലാന്റേഷൻ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇതൊരു മാർജിനലൈസ്ഡ് പീപ്പിളിന്റെ പ്രശ്നമായിട്ട് മുന്നേ നിലനിൽക്കുന്ന ഒന്നാന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എൻഡോസൾഫാൻ, വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പെസ്റ്റിസൈഡ്സ്. Endosulfan is recognized as one of the 13 most dangerous pesticides in the world.
ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള 13 കീടനാശിനികളുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ് എൻഡോസൾഫാൻ. അപ്പോൾ അത് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ എസ്ഐ പാരഗ്രാഫിനകത്തൊക്കെ പറയാവുന്നതാണ്. ഇറ്റ്സ് ടോക്സിക് എഫക്ട്സ് ഓൺ ദി എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആർ വെൽ ഡോക്യുമെന്റഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു കീടനാശിനിയുടെ പട്ടികയിൽ വരണം എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം ആളുകളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഓൾറെഡി നടന്നിട്ടുള്ളതാണ്. ആ രേഖകളൊക്കെ ഓൾറെഡി ഉള്ളതാണ്. Decades of use. Endosulfan was used in the area for approximately 2 decades, primarily for pest control in agriculture. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് 20 വർഷത്തിന് മുകളിലാണ് ഈ ഒരു കീടനാശിനി ഈ പ്രദേശത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ കീടനാശിനി പ്രയോഗത്തിന്റെ റെഗുലേഷനിൽ പറയുന്നത് 3 വർഷം മാത്രമേ തുടർച്ചയായിട്ട് ഒരു കീടനാശിനി ഒരു പ്രദേശത്ത് ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. പക്ഷെ 20 വർഷം ഇത് ഇവിടെ ഉപയോഗിച്ചു എന്നുള്ളത് എത്രമാത്രം ഇവിടുത്തെ ആളുകളുടെ ജീവന് ഒരു വില കൊടുക്കാത്ത രീതിയിലാണ് അവിടെ പെരുമാറിയത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എമർജൻസ് ഓഫ് പ്രോബ്ലംസ്. In 1980, the first signs of trouble emerged when cows, which drank water from the local resources, started showing symptoms of poisoning. ഇനി പ്രശ്നത്തിന്റെ ലക്ഷണങ്ങൾ ആദ്യം കണ്ടു തുടങ്ങുന്നത് 1980-ലാണ്. ഈ ലോക്കൽ റിസോഴ്സസ്, ഈ തോട്ടിൽ നിന്നും കുളത്തിൽ നിന്നും മറ്റൊക്കെ വെള്ളം കുടിച്ചിട്ടുള്ള പശുക്കളിലാണ് ആദ്യം ലക്ഷണം കാണുന്നത്. ഈ അംഗവൈകല്യമുള്ള പശുക്കുട്ടികൾ അവിടെ ജനിക്കുകയും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അവരിൽ ആദ്യം കണ്ടുവരുന്നു. പിന്നീട് അത് വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യരിലേക്ക് എത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതേപോലെ അംഗവൈകല്യത്തിന്റെയും ക്യാൻസറിന്റെയും മാനസിക പ്രശ്നങ്ങളുടെയും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വരുന്നത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ലീഗൽ ആക്ഷൻ. മിസ്സിസ് ലീല കുമാരി അമ്മ played a crucial role in securing the first court order against the use of endosulfan in the area. ഇനി ആദ്യമായിട്ട് ഒരു കോടതി ഇടപെടൽ ഉണ്ടാവുന്നത് മിസ്സിസ് ലീല കുമാരി അമ്മ കൊടുത്തിട്ടുള്ള പരാതിയുടെ മുകളിലാണ്. അവരുടെ കുടുംബത്തിലും ഇതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവരിങ്ങനെ ഒരുപാട് സർക്കാർ ഓഫീസുകളിലൊക്കെ പരാതി കൊടുത്തിട്ട് ഒരു ഫലവും ഇല്ലാതെയാണ് കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെയാണ് കോടതി ആദ്യമായിട്ട് ഇതിന്റെ ഉപയോഗം സ്റ്റേ ചെയ്യുന്നത്, നിരോധിക്കുകയല്ല, സ്റ്റേ ചെയ്യുന്നത്. ഒരു കമ്മിറ്റിയെ വെച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് കോടതി പറയുന്നത്. പക്ഷെ ആ കമ്മിറ്റിയിൽ ഈ കീടനാശിനി കമ്പനിയിലെ ആളുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവർ കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. Her efforts were instrumental in raising awareness about the pesticides' harmful effects. പക്ഷെ ഇവരിങ്ങനെ കോടതിയിൽ പോവുകയും ഇതൊരു ചർച്ചാ വിഷയമാക്കി വരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് കൂടുതൽ മീഡിയയും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളൊക്കെ ഇടപെടുകയും ഇത് വലിയൊരു പ്രശ്നമായിട്ട് ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. അവസാനം 2002-ലാണ്, അതായത് 1980 തുടങ്ങിയ പ്രശ്നത്തിന് ശേഷം 2002-ലാണ് കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിക്കപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.